എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മോഹന സുരേഷ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ BA മലയാളം കോഴ്സിൻ്റെ തേർഡ് സെമ്മിലെ ഭാഷാശാസ്ത്ര പഠനത്തിലെ ബ്ലോക്ക് 2-ലെ 3-ാമത്തെ യൂണിറ്റ് ഭാഷാ പരിണാമമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഭാഷയും അധികാരവും. ഒരു പ്രദേശത്തെ ഭാഷാപ്രയോഗം അവിടുത്തെ സാമൂഹിക അധികാര ഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വ്യത്യസ്ത മതവിഭാഗങ്ങളും സ്ത്രീ പുരുഷ ഭേദമനുസരിച്ചും പ്രായം, വിദ്യാഭ്യാസം, സമ്പത്ത് എന്നിവയ്ക്കനുസരിച്ചും ഭാഷാഭേദ മനോഭാവങ്ങൾ മാറുന്നത് വിധേയത്വ അധികാരവും ജ്ഞാന അധികാരവും ഒന്നിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. ഏകകാലിക ഭാഷാശാസ്ത്രവും ബഹുകാലിക ഭാഷാശാസ്ത്രവും. ഭാഷാ പഠനത്തിലുള്ള രണ്ട് വ്യത്യസ്ത സമീപനങ്ങളാണ് ഏകകാലികവും ബഹുകാലികവും. സ്വിസ് ഭാഷാശാസ്ത്രജ്ഞനായ ഫെർഡിനാൻഡ് ഡി സൊസ്യൂർ അവതരിപ്പിച്ച ഭാഷാ പഠന സമീപന രീതികളാണ് ഇവ രണ്ടും. ഭാഷയുടെ ചരിത്രപരമായ പഠനമാണ് ബഹുകാലിക പഠനം. ഒരു പ്രത്യേക ഭാഷയെ ഒരു പ്രത്യേക കാലത്തിൽ മാത്രം പ്രതിഷ്ഠിച്ച് പഠിക്കുന്ന സമീപനമാണ് ഏകകാലീയമായ ഭാഷാ പഠനത്തിൻ്റേത്. ഭാഷാ പരിണാമം. ഭാഷയിൽ കാലാന്തരത്തിൽ എന്തെല്ലാം പരിണാമങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഭാഷാ പരിണാമശാസ്ത്രത്തിലെ പഠന വിഷയം. പ്രാചീന ലിഖിതങ്ങളെ ആശ്രയിച്ചാണ് ഭാഷാ പരിണാമത്തെക്കുറിച്ചുള്ള പഠനം പ്രധാനമായും നടക്കുന്നത്. ഭാഷാശാസ്ത്ര പഠനം എന്നതുപോലെ തന്നെ ഭാഷയുടെ അപഗ്രഥനത്തിന് ശേഷമാണ് ഭാഷാ പരിണാമ പഠനവും നടത്തേണ്ടത്. ദീർഘകാലത്തെ ഉപയോഗം ഭാഷകളിൽ നിരവധി പരിവർത്തനങ്ങൾ ഉണ്ടായേക്കാം. ഈ മാറ്റങ്ങൾ ഭാഷാശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ഇതിനെക്കുറിച്ചുള്ള പഠനം ാണ് ബഹുകാലിക ഭാഷാശാസ്ത്രം. സ്വനതലം, വ്യാകരണതലം, സന്ധിതലം എന്നീ ആന്തരിക തലങ്ങളും ശബ്ദതലം, അർത്ഥതലം എന്നീ ബാഹ്യതലങ്ങളും പരിണാമവിധേയമാകുന്നു. ഈ അംശങ്ങളിലെല്ലാം പൊതുവായി സംഭവിക്കുന്ന വ്യതിയാനങ്ങൾ ബഹുകാലിക ഭാഷാശാസ്ത്രം പഠനവിധേയമാക്കുന്നുണ്ട്. ഈ വ്യത്യസ്ത തലങ്ങളുടെ അപഗ്രഥനത്തിലൂടെ വ്യത്യസ്ത കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഭാഷാ സ്വഭാവത്തെ പരിശോധിക്കാനും ഭാഷയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പരിവർത്തനങ്ങളെ മനസ്സിലാക്കാനും നമുക്ക് സാധിക്കും. ഭാഷാ പരിണാമം അഥവാ ഗ്രമാറ്റിക്കൽ ചേഞ്ച്. ഭാഷാ പരിണാമ ചരിത്രം പരിശോധിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട രേഖകൾ പ്രാചീന ശിലാരേഖകളാണ്. ലിഖിതങ്ങളുടെ അഭാവം ഈ പഠനത്തെ അസാധ്യമാക്കാൻ സാധ്യതയുണ്ട്. ഈ പഠനത്തിന് താഴെ പറയുന്ന നിയമങ്ങൾ അംഗീകരിക്കണം. ഒന്നാമതായി, ഒരേ ഭാഷാഭേദത്തിന് കാലഘട്ടങ്ങളിലൂടെ സംഭവിച്ച പരിണാമങ്ങളാണ് പഠനവിധേയമാക്കാനുള്ളത്. രണ്ടാമത്, ലിപികൾ സംസാര ഭാഷയെ തികച്ചും പ്രതിനിധാനം ചെയ്യണമെന്നില്ല. ലിപികളിൽ നിന്ന് ഉച്ചാരണഭേദം മനസ്സിലാക്കാൻ വിഷമമാകുന്നുമുണ്ട്. മൂന്നാമതായി, ലിഖിത രൂപത്തിലുണ്ടാകുന്ന എഴുത്തുപിഴവുകൾ ശരിക്ക് മനസ്സിലാക്കേണ്ടി വരുന്നുണ്ട്. സശ്രദ്ധം വിലയിരുത്തിയാലേ ഈ പഠനം ലക്ഷ്യപൂർത്തീകരണത്തിന് സഹായിക്കുകയുള്ളൂ. ഭാഷാ പരിണാമ രീതികൾ. സ്വനിമിക പരിണാമം അഥവാ ഫോണമിക് ചേഞ്ച്. സ്വനിമങ്ങളും അവയുടെ ചേരുവകളും ചേർന്നതാണ് ഭാഷയുടെ സ്വനിമിക തലം. ഒരു ഭാഷയിലെ തന്നെ വ്യത്യസ്ത കാലഘട്ടത്തിലെ സ്വനിമങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ നിലവിലുള്ള പല സ്വനിമത്തെക്കുറിച്ചും പുനർവിചിന്തനം ആവശ്യമായി വന്നേക്കാം. പല സ്വനിമങ്ങളും അപ്രത്യക്ഷമാവുകയും പുതിയത് കൂടിച്ചേർക്കേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ആവശ്യമായി വന്നാൽ സ്വനിമതലത്തിൽ പരിണാമം സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വ്യാകരണതല പരിണാമം ഗ്രമാറ്റിക്കൽ ചേഞ്ച്. വ്യാകരണതലം എന്നതുകൊണ്ട് രൂപിമതലം എന്നാണ് അർത്ഥമാക്കുന്നത്. സ്വതന്ത്ര രൂപിമങ്ങളും ബദ്ധരൂപിമങ്ങളും ഭാഷയിലുണ്ട്. ഇവയിൽ പരിണാമത്തിന് വിധേയമാകുന്നത് ബദ്ധരൂപിമങ്ങളാണ്. പ്രത്യയങ്ങൾ എന്ന് വിളിക്കുന്ന ഈ രൂപിമങ്ങളുടെ ആഗമ പരിഷ്കാരങ്ങൾ ഭാഷാ പരിണാമത്തെ ബാധിക്കാറുണ്ട്. ഈ പരിണാമത്തെയാണ് വ്യാകരണ പരിണാമം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സന്ധിതല പരിണാമം. സന്ധിതല പരിണാമം രണ്ട് തരത്തിലാണ്. ഒന്ന്, ആകൃതി വ്യതിയാനം. രൂപിമത്തിന് വരുന്ന രൂപവ്യതിയാനമാണ് ആകൃതി വ്യതിയാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രൂപാന്തരണം. സന്ധിതലത്തിലുണ്ടാകുന്ന വ്യതിയാനമാണ് ഇത്. ക്രമേണ നിയമബദ്ധവും പരിണാമത്തിന്റെ ഭാഗവുമായി മാറുന്നു. അർത്ഥതല പരിണാമം. പദങ്ങൾ വ്യവഹാരത്തിനിടെ അതിൻ്റെ അർത്ഥം പരിഷ്കരിക്കുകയോ പരിണാമപ്പെടുത്തുകയോ ചെയ്യാം. കാലാന്തരത്തിൽ പദങ്ങളുടെ അർത്ഥത്തിന് സംഭവിക്കുന്ന പരിണാമത്തെയാണ് അർത്ഥതല പരിണാമം എന്ന് വിളിക്കുന്നത്. ഉദാഹരണം, ദ്രാവിഡത്തിലെ മൂഞ്ഞി എന്ന പദം സംസ്കൃതത്തിലെ മുഖം എന്നാണ് ഇപ്പോൾ പറയുന്നത്. സ്വന പരിണാമം. കാലം മാറുന്നതിനനുസരിച്ച് സ്വനത്തിൻ്റെ ഉച്ചാരണത്തിലും ധ്വനിയിലും മാറ്റം സംഭവിക്കും. ഇത്തരം വ്യതിയാനത്തെയാണ് സ്വനപരിണാമം എന്ന് വിളിക്കുന്നത്. ഈ പരിണാമം ദീർഘകാലം കൊണ്ട് സംഭവിക്കുന്നതാണ്. സ്വനപരിണാമത്തെ ധ്വനി വ്യതിയാനമെന്നും ശീഘ്രസ്വന പരിണാമം എന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട്.
കാലക്രമത്തിൽ സ്വനത്തിന്റെ ഉച്ചാരണത്തിൽ സംഭവിക്കുന്ന വ്യതിയാനമാണ് ധ്വനി വ്യതിയാനം. ധ്വനി വ്യതിയാനത്തെക്കാൾ വേഗത്തിലാണ് ശീഘ്രസ്വന പരിണാമം സംഭവിക്കുന്നത്. സ്വരങ്ങൾക്ക് സ്വന്തമായ ആവൃത്തി പരിധിയും വിതരണ പരിധിയും ഉണ്ട്. വക്താവിന്റെ ഉദാസീനതയും ശ്രോതാവിന്റെ മമതയില്ലായ്മയും കാലാവസ്ഥയുടെ മാറ്റവും ഉച്ചാരണ അവയവങ്ങളുടെ രൂപവ്യതിയാനവും സ്വനപരിണാമത്തിന് കാരണമായി തീരുന്നു. ഒരു ശിശു ഭാഷ സ്വന്തമാക്കുന്നത് സ്വന്തം നിലയിലാണ്. അത് പരിണാമത്തെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. അനാശ്രിതവും ആശ്രിതവുമായ പരിണാമം. എല്ലാ ശാബ്ദിക പരിസരത്തിലും സ്വനപരിണാമം സംഭവിക്കുന്നെങ്കിൽ അത്തരം പരിണാമത്തെ അനാശ്രിത പരിണാമം എന്ന് വിളിക്കും. ചില നിശ്ചിതമായ സാഹചര്യങ്ങളിലാണ് പരിണാമം സംഭവിക്കുന്നതെങ്കിൽ അതിനെ ആശ്രിത പരിണാമം എന്ന് പറയാം. ഭാഷാ പരിണാമ ഹേതുക്കൾ. ഭാഷാ പരിണാമത്തെ സ്വാധീനിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട്. അവയെ സാമാന്യമായി ആധാനം, സംക്രമണം എന്ന് രണ്ടായി തിരിക്കാം. ലോകം ചെറുതാകുകയും ആളുകൾ തമ്മിലുള്ള സഹകരണം വേഗത്തിലാവുകയും ചെയ്തപ്പോൾ പല ദേശങ്ങളുമായും പല വർഗങ്ങളുമായും ഇടപഴകാനുള്ള അവസരമുണ്ടായി. ഇത് ഭാഷാ പരിണാമത്തെ സ്വാധീനിച്ചു. മറ്റൊരു ഭാഷ സംസാരിക്കുന്ന ആളുമായുള്ള സമ്പർക്കം ആദാന പ്രദാനങ്ങൾക്ക് കാരണമാകാം. ആദാന പ്രദാനങ്ങൾ വഴി വ്യക്തികളും വ്യക്തികൾ ഉൾപ്പെട്ട സമൂഹവും ഭാഷയുടെ ഘടനയിൽ മാറ്റം വരുത്തുന്നുണ്ട്. ഇങ്ങനെ ഭാഷാഘടനയിൽ വരുത്തുന്ന മാറ്റത്തെ ഭാഷാ സംക്രമണം എന്നാണ് പറയുന്നത്. ആദാനത്തിന്റെ നിബന്ധനകൾ. ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷ പദങ്ങൾ കടം കൊള്ളണമെങ്കിൽ അതിന് ചില നിബന്ധനകൾ ഉണ്ട്. ഒന്നാമതായി, മാതൃകയായി നിൽക്കുന്ന വ്യക്തിയുടെ സവിശേഷമായ ഭാഷണ രീതി ഭാഷകന് നല്ല നിശ്ചയമുണ്ടായിരിക്കണം. രണ്ടാമതായി, കടം വാങ്ങുന്ന ഭാഷയെ പരിവർത്തനപ്പെടുത്തുന്നതിന് ഭാഷകന് ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം. ഭാഷ സംസാരിക്കുന്നവരുടെ പദവിയും മൂല്യവുമാണ് ഭാഷയ്ക്കും ലഭിക്കുക. വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങൾ ഒരിടത്ത് കഴിയുകയാണെങ്കിൽ അതിൽ അധികാരമുള്ള വർഗത്തിന്റെ ഭാഷ മറ്റു ഭാഷകളെ സ്വാധീനിക്കും. ഭരിക്കുന്നവരുടെ ഭാഷ ഭരിക്കപ്പെടുന്നവരുടെ ഭാഷയെ ക്രമേണ കീഴടക്കും. വർണ്ണസങ്കല്പം, ആചാര അനുഷ്ഠാനങ്ങൾ എന്നീ അധികാരികളുടെ അവസ്ഥകളെ അശക്ത വിഭാഗം അന്ധമായി അനുകരിക്കും. അധികാരി വർഗത്തിന്റെ സാംസ്കാരിക നിലവാരത്തിലേക്ക് എത്തിച്ചേരാനുള്ള ത്വര ഭാഷയെയും പരിവർത്തനപ്പെടുത്തും. ഉദാഹരണമായി ഇംഗ്ലീഷ് ഭാഷ, അതിന്റെ അധികാര ചിഹ്നം. ആവശ്യകത. പുതിയ വസ്തുക്കളുമായും ആശയങ്ങളുമായും ഇടപെടേണ്ടി വരുമ്പോൾ നാം പുതിയ പദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കാറില്ല. മറ്റു ഭാഷകളിൽ നിന്ന് പദം അതേപടി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണമായി കമ്പ്യൂട്ടർ, സ്വതന്ത്ര ആഗത ശബ്ദം. മറ്റൊരു ഭാഷയിൽ നിന്ന് ഏതൊരു രൂപമാറ്റവും കൂടാതെ സ്വീകരിക്കുന്ന ശബ്ദങ്ങളെയാണ് സ്വതന്ത്രാഗത ശബ്ദം എന്ന് പറയുന്നത്. ഉദാഹരണമായി കാർ, സ്വിച്ച്. ആഗതാർത്ഥ പരിവൃത്തി. പദം ഉൾക്കൊള്ളുന്ന ആശയത്തെ മാത്രം സ്വീകരിച്ച് തങ്ങളുടെ ഭാഷയ്ക്ക് അനുസരിച്ച് പുതിയ പദങ്ങൾ ഉണ്ടാക്കുന്നതിനെയാണ് ആഗതാർത്ഥ പരിവൃത്തി എന്ന് പറയുന്നത്. ഉദാഹരണം, ഇംഗ്ലീഷിലെ ട്രെയിൻ മലയാളിക്ക് തീവണ്ടി എന്നതാണ്. റേഡിയോ ആകാശവാണിയും. ആഗത പരിഭാഷ. ആദാനത്തിന് വേണ്ടി സ്വീകരിക്കുന്ന പദം സമസ്ത പദമാണെങ്കിൽ അതിനനുസരണമായ പദം തർജിമ ചെയ്യുന്നു. ഉദാഹരണം, റെഡ് ടേപ്പ് ചുവപ്പ് നാട, ബ്ലാക്ക് മാർക്കറ്റ് കരിഞ്ചന്ത. ആഗത മിശ്രം. സ്വതന്ത്ര ആഗത ശബ്ദത്തിന്റെയും ആഗത പരിഭാഷയുടെയും കലർപ്പാണ് ആഗത മിശ്രം. ഉദാഹരണം, സിനിമ കൊട്ടക. ഇംഗ്ലീഷ് പദമായ സിനിമയോട് മലയാള പദമായ കൊട്ടക, തിയേറ്ററിന്റെ അർത്ഥം ആയ കൊട്ടക ചേർത്ത് ഈ സിനിമ തിയേറ്ററിനെ സിനിമ കൊട്ടക എന്ന് മലയാളത്തിൽ പറയുന്നു. മറ്റൊരു ഭാഷയിൽ നിന്ന് പദം സ്വീകരിക്കുമ്പോൾ കടം കൊള്ളുന്ന ഭാഷയിലെ ഭാഷണ സ്വഭാവങ്ങൾക്കനുസരിച്ച് ആഗത പദത്തിന് രൂപമാറ്റം വരാം. ഉദാഹരണമായി കന്റീൻ, കാന്റീൻ, കാന്റീൻ എന്നൊക്കെ നമ്മൾ എഴുതാറും പറയാറുമുണ്ട്. സദൃശ സൃഷ്ടി. സ്വന നിയമങ്ങൾ തെറ്റിക്കാൻ സദൃശ സൃഷ്ടിക്ക് കഴിയുന്നു. ചില പദങ്ങളുടെ സാദൃശ്യം മറ്റു ചില പദങ്ങളെ സൃഷ്ടിക്കുന്നു. ഈ സവിശേഷ പ്രാപ്തിയെയാണ് സദൃശ സൃഷ്ടി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ന്യൂനപക്ഷത്തിനു മേലുള്ള ഭൂരിപക്ഷത്തിന്റെ സ്വാധീനമാണ് സദൃശ സൃഷ്ടി എന്ന് പറയാം. അനുകരണമാണ് ഇതിന് അടിസ്ഥാനം. ഉദാഹരണമായി, മുതു അധികം അൻ ചേർന്നാൽ മുതുവൻ എന്ന പദമാണ് രൂപം കൊള്ളേണ്ടത്. എന്നാൽ ചെറുക്കനിൽ കാണുന്ന ഇക ചേർത്ത് മുതുവനെ മുതുക്കൻ എന്ന് പുതിയ പദം ഉണ്ടാക്കുന്നു. അത് സദൃശ സൃഷ്ടിക്ക് ഉദാഹരണമാണ്. സദൃശ സൃഷ്ടിയിൽ സാദൃശ്യം
അർത്ഥാസ്പദമോ രൂപാസ്പദമോ ആകാം. പദഘടന, വാക്യഘടന എന്നിവ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. ദീർഘകാല ഉപയോഗം ഭാഷകളിൽ സൃഷ്ടിക്കുന്ന പരിവർത്തനത്തെക്കുറിച്ചുള്ള പഠനത്തെയാണ് ബഹുകാലിക ഭാഷാശാസ്ത്രം എന്ന് പറയുന്നത്. ഭാഷാ പരിണാമത്തിന് വിധേയമാകുന്ന ആന്തരിക തലങ്ങളാണ് സ്വനതലം, വ്യാകരണതലം, സന്ധിതലം. ഭാഷാ പരിണാമത്തിന് വിധേയമാകുന്ന ബാഹ്യതലങ്ങളാണ് ശബ്ദതലം, അർത്ഥതലം എന്നിവ. ഭാഷാ പരിണാമ ചരിത്ര പഠനത്തെ അസാധ്യമാക്കുന്നത് ലിഖിതങ്ങളുടെ അഭാവത്താലാണ്. സ്വനിമങ്ങളും അവയുടെ ചേരുവകളും ചേരുന്നതാണ് ഭാഷയുടെ സ്വനിമതലം. ബദ്ധരൂപിമമാണ് പരിണാമത്തിന് വിധേയമാകുന്ന രൂപിമം. സന്ധിതല പരിണാമത്തിന്റെ 2 തലങ്ങളാണ് ആകൃതി വ്യതിയാനം, രൂപാന്തരണം എന്നിവ. കാലാന്തരത്തിൽ പദങ്ങളുടെ അർത്ഥത്തിന് സംഭവിക്കുന്ന പരിണാമത്തിന് അർത്ഥപരിണാമം എന്ന് പറയുന്നു. കാലം മാറുന്നതിനനുസരിച്ച് സ്വനത്തിന്റെ ഉച്ചാരണത്തിലും ധ്വനിയിലും വരുന്ന മാറ്റത്തിന് പറയുന്ന പേരാണ് സ്വനപരിണാമം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.